നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ജുഡീഷ്യറിയിലെ കൊളീജിയം സംവിധാനത്തെ ന്യായീകരിച്ച് ചീഫ് ജസ്റ്റിസ് RM ലോധ. കൊളീജിയത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിൽ ജുഡീഷ്യറിയെ തകർക്കാനുള്ള ശ്രമം. ജഡ്ജിമാരുടെ നിയമനത്തിന് പുതിയ രീതി വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യക്കാരെ ഹിന്ദുക്കളെന്ന് വിളിക്കണമെന്ന മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന വിവാദത്തിൽ. RSS മേധാവി ഭരണഘടന പഠിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് ജയത്തിലെ മോദിയുടെ അവകാശവാദങ്ങൾക്കും RSSന്റെ തിരുത്ത്. ജയത്തിന് കാരണം വ്യക്തികളുടെ സ്വാധീനമല്ലെന്ന് മോഹൻ ഭാഗവത്. പേയ്മെന്റ് സീറ്റിന്റെ പേരിൽ CPIയിൽ അച്ചടക്ക നടപടി നേരിട്ട വെഞ്ഞാറമൂട് ശശി RSPയിലേക്ക്. മന്ത്രി ഷിബു ബേബി ജോണുമായി വെഞ്ഞാറമൂട് ശശി ചർച്ച നടത്തി. RSPയിൽ ചേരുന്നതിൽ അഭിമാനമെന്ന് ശശി, സ്വാഗതമെന്ന് ഷിബു ബേബി ജോൺ. +2 അനുവദിച്ചതിന്റെ മുഴുവൻ രേഖകളും ഹാജരാകാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. രേഖകൾ ബുധനാഴ്ച ഹാജരാക്കണം. അധിക ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചത് സുതാര്യമാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി. പശ്ചിമഘട്ട സംരക്ഷണത്തിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ടാണോ ഗാഡ്ഗിൽ റിപ്പോർട്ടാണോ നടപ്പാക്കുന്നത് എന്നതിൽ ഒരാഴ്ചക്കകം നിലപാട് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സർക്കാർ ഒത്തുകളിക്കുകയാണെന്നും ട്രിബ്യൂണൽ. ഇന്ത്യ മാതൃരാജ്യമായിട്ടുള്ള എല്ലാവരെയും ഹിന്ദുക്കൾ എന്ന് വിളിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രഖ്യാപനം വിവാദമായി. ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവർ ഏത് മതത്തിലും വിശ്വാസത്തിലും പെട്ടവരാണെങ്കിലും ഹിന്ദുക്കൾ എന്നാണ് അറിയപ്പെടേണ്ടതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. മോഹൻ ഭാഗവതിന് ഭരണഘടനയെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് കോൺഗ്രസും BSPയും ഇടതു പാർട്ടികളും JDUവും പ്രതികരിച്ചു. ഇംഗ്ലണ്ട് മാതൃരാജ്യമായവർ ഇംഗ്ലീഷുകാരെന്നും ജർമ്മനിയിലുള്ളവർ ജർമ്മൻകാരെന്നും അറിയപ്പെടുന്നത് പോലെ ഹിന്ദുസ്ഥാനിൽ ജനിച്ചവർ ഹിന്ദുക്കളാണെന്നാണ് കഴിഞ്ഞ ദിവസം RSS മേധാവി മോഹൻ ഭാഗവത് ചൂണ്ടിക്കാണിച്ചത്. ഏതു മതത്തിൽപ്പെട്ടവരായാലും ഏതു ദൈവത്തെ ആരാധിക്കുന്നവരായാലും അവിശ്വാസികളാണെങ്കിലും എല്ലാവരും ഹിന്ദുക്കളാണെന്നും ഭാഗവത് പറഞ്ഞു. എന്നാൽ ഭരണഘടനാ പ്രകാരം ഹിന്ദുസ്ഥാൻ എന്നല്ല ഇന്ത്യയെന്നും ഭാരതമെന്നുമാണ് രാജ്യം അറിയപ്പെടുന്നതെന്നും അതുകൊണ്ട് ഇന്നാട്ടുകാർ ഇന്ത്യക്കാരെന്നോ ഭാരതീയരെന്നോ ആണ് അറിയപ്പെടേണ്ടതെന്നും NDA ഇതര കക്ഷികൾ ചൂണ്ടിക്കാണിച്ചു. RSSന്റെ തത്വചിന്ത രാജ്യത്തിന് അറിയാമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. It's surprising that over all these years the RSS has not been able to understand this fundamental reality. മോഹൻ ഭാഗവതിന് ഇന്ത്യൻ ഭരണഘടന അറിയില്ലെന്ന് CPMഉം BSPയും ആരോപിച്ചു. और भारत के अंदर लिखा गया संविधान में इसे हर धर्म के साथ जुड़े हुए, हर जाति के साथ, हर भाषा बोलने वाले ये सब जो है बराबर के नागरिक हैं. वो संविधान को मानते या नहीं मानते वो उनको स्पष्ट करने दें. वो भारतीय संविधान का ज्ञान नहीं है और यदि उनको भारतीय संविधान का ज्ञान होता, अच्छी प्रकार से जानकारी होती तो शायद ये लफ्ज नहीं बोलते. BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് RSSന് നന്ദി പറയാതെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലും RSS മേധാവി കഴിഞ്ഞ ദിവസം രോഷം പ്രകടിപ്പിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷായും പരസ്പരം പുറഞ്ചൊറിയുന്ന നിലപാടാണ് യോഗത്തിൽ കൈക്കൊണ്ടതെന്നും RSS ഇല്ലെങ്കിൽ ഇവരാരും ഒന്നുമല്ലെന്നും ഭാഗവത് പേരെടുത്തു പറയാതെ ആരോപിച്ചു. മീഡിയ 1 ഡൽഹി. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയാണ് ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്ക് ആധാരം. CPM MP MB രാജേഷ് ഡൽഹിയിൽ, BJP നേതാവ് K സുരേന്ദ്രൻ സ്റ്റുഡിയോ ഫ്ലോറിൽ, PM സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ് അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിനു മുമ്പ് വർഗീയ പ്രശ്നങ്ങൾ തുടരുന്ന ഉത്തർപ്രദേശിൽ വാർത്താശേഖരണത്തിനായി യാത്ര നടത്തിയ ഞങ്ങളുടെ പ്രതിനിധി A റഷീദുദ്ദീൻ ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും ഇപ്പോൾ തത്സമയം ചേരുന്നു. റഷീദുദ്ദീൻ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എവിടെയൊക്കെയാണ് നടക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്? സനീഷ്, ഏകദേശം ഉത്തർപ്രദേശിൽ ആസന്നമായ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 12 അസംബ്ലി സീറ്റുകളും അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള നിരവധി പ്രദേശങ്ങളിലുമായി ഏകദേശം 612ലേറെ വർഗീയ കലാപങ്ങളാണ് അല്ലെങ്കിൽ വർഗീയ അസ്വാസ്ഥ്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, മുസഫർ നഗർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും ഈ സംഭവങ്ങൾ നടക്കുന്നത്. മുസഫർ നഗറിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളിലായ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ മുസഫർ നഗറിനോട് ചേർന്ന് കിടക്കുന്നതും ആ ഏരിയയിൽ, അതായത് പശ്ചിമ UPയിൽ വരുന്ന മറ്റു 3 മണ്ഡലങ്ങൾ വേറെയുമായി 6 മണ്ഡലങ്ങളിൽ മാത്രം 256 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ഇപ്പോൾ UPയിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളിലും ഒന്ന് പഴയതുപോലെ മുസഫർ നഗർ ഏരിയയിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സംഭവങ്ങളിലെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ജനങ്ങൾ രണ്ട് പക്ഷത്ത് ചേരുന്നതും തമ്മിലടിക്കുന്നതുമായ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ എത്തുന്നത്. പലപ്പോഴും ഒരു കാരണവുമില്ലാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ സാധാരണഗതിയിൽ വളരെ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ ചൊല്ലിയാണ് ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ വളരെ വ്യാപകമായ രീതിയിൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു കലാപവും ഈ മേഖലയിൽ നടന്നു. സഹാരൻപൂരിൽ സിഖ് മതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടിയതെങ്കിലും ഈ കലാപത്തിന്റെ
അത് കലാപം പടർന്ന മേഖലകളെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കലാപത്തിൽ നഷ്ടം പറ്റിയിരിക്കുന്നത് ഈ രണ്ട് സമുദായത്തിനും ഒരുപോലെയാണ് എന്നും അതിൽ മൂന്നാമത് ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ പോലും വിരൽ ചൂണ്ടുന്ന വിധത്തിൽ ആരോപണം അവിടെ ഉയർന്നു കഴിഞ്ഞു. ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആദ്യം തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. സ്ഥലത്തെ ഒരു മുസ്ലിം കൗൺസിലറാണ്. അദ്ദേഹം സിഖ് സമുദായവുമായി കഴിഞ്ഞ 4 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാർഗൈനിങ്ങിനൊടുവിലാണ് തികച്ചും ബുദ്ധിശൂന്യമായ രീതിയിൽ ഈ പ്രശ്നത്തെ പള്ളികളിലൂടെ വിളിച്ചറിയിക്കുകയും അതൊരു വർഗീയ കലാപമായി അദ്ദേഹം മാറ്റിയെടുത്തതും. പക്ഷേ ആ വർഗീയ കലാപം നടത്തിയതും അതിന്റെ നേട്ടം കൊയ്തതും രാഷ്ട്രീയപരമായി മറ്റ് സംഘടനകളാണ് എന്ന ആരോപണം വന്നു കഴിഞ്ഞു. ഈ ഒരു കലാപം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മറ്റെല്ലാ സംഭവങ്ങളിലും തന്നെ വളരെ വ്യക്തമായി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൈകടത്തലുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൗഡ് സ്പീക്കറുകളെ ചൊല്ലിയാണ് പല ഇടങ്ങളിലും പ്രശ്നമുണ്ടാവുന്നത്. ലൗഡ് സ്പീക്കറുകൾ അധികം ഉച്ചത്തിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെതിരെ പരാതി നൽകുകയും ഈ പരാതിയെ തുടർന്ന് 2 വിഭാഗം ജനങ്ങളും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഏകദേശം 36ഓളം ഈ ഒരു മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുന്നത് ഖബറിസ്ഥാനുകളെ ചൊല്ലിയാണ്. ഖബറിസ്ഥാനുകളുടെ മതിൽ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കുന്ന ഖബറുകൾ സർക്കാർ നിശ്ചയിച്ച ഏരിയയ്ക്ക് പുറത്താവുന്നു എന്ന പരാതിയെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ. മറ്റൊന്ന് മസ്ജിദുകളുടെ പുനർനിർമ്മാണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ ഈ മേഖലയിൽ ഉണ്ടാവുന്നു. പക്ഷെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, പെൺകുട്ടികളെ കമന്റ് അടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പലപ്പോഴും അകാരണമായ യുവാക്കളെ മർദ്ദിക്കുകയും എന്നാൽ ആ പ്രദേശത്തൊന്നും തന്നെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും പോലീസ് സ്റ്റേഷനുകളിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഡസൻ കണക്കിന് കേസുകൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകളുടെ ഭാഗമായി മർദ്ദിക്കപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി അവരുടെ സമുദായമോ അല്ലെങ്കിൽ അവർക്ക് പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികളെയോ സംഘടിക്കുകയും അത് പിന്നീട് വർഗീയ സംഘടനമായി രൂപം മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മൊത്തത്തിൽ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ സാധാരണഗതിയിൽ 2 വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്ന ഏറ്റുമുട്ടലുകൾ ആ വ്യക്തികൾക്കിടയിൽ അവസാനിക്കുമ്പോൾ എന്നാൽ വ്യത്യസ്ത മതസമൂഹങ്ങളിൽപ്പെട്ട വ്യക്തികളാണ് ഈ ഭാഗങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ബൈക്ക് ആക്സിഡന്റ് പോലും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിനെ വർഗീയമായി മാറ്റിയെടുക്കുന്നതിൽ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തിറങ്ങുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാമെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ 2 വിഭാഗം ജനങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ പറഞ്ഞ് രമ്യമായി പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം പി രാജേഷ്, നിസ്സാര പ്രശ്നങ്ങൾ വർഗീയ കലാപങ്ങളായി വളരുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് എ റഷീദുദ്ദീൻ നൽകുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടരുമ്പോഴാണ് മോഹൻ ഭാഗവതിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ താമസിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന മട്ടിലുള്ള പ്രസ്താവന വരുന്നത്. എന്തുകൊണ്ടാണ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയെ താങ്കളുടെ പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്? ജർമ്മനിയിൽ താമസിക്കുന്നവർ ജർമ്മൻകാരെന്നും ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവർ ഇംഗ്ലീഷുകാരെന്നും വിവരിക്കപ്പെടുന്നെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുസ്ഥാനിൽ താമസിക്കുന്നവർ ഹിന്ദുക്കളെന്ന് വിളിച്ചുകൂടാ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം എതിർക്കപ്പെടേണ്ടത് ഏത് സാഹചര്യത്തിലാണ്? ഒന്നുകൂടെ നേരത്തെ ഈ ദേശീയ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചവരെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നാണ് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളത് എന്ന് അവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, RSS ഭരണഘടന അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. RSSന് ഭരണഘടനയെക്കുറിച്ച് നന്നായിട്ടറിയാം. ആ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് RSSന്റെ ഭരണഘടന മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അവരൊരു മതാധിഷ്ഠിത രാഷ്ട്രം വിഭാവനം ചെയ്യുന്നവരാണ്. അവർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണത്. മതാധിഷ്ഠിത രാഷ്ട്രമാണ് വിഭാവനം ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനമാണ് ഇന്ത്യ എന്നാൽ ഹിന്ദുസ്ഥാനാണെന്നും ഹിന്ദുസ്ഥാനിൽ താമസിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്നും ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളല്ലാത്തവർക്കാർക്കും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് RSS ഉദ്ദേശിക്കുന്നത്. RSSന്റെ സാംസ്കാരിക ദേശീയതയുടെ ഒരു മുദ്രാവാക്യമായിട്ട് അവർ പറയുന്നത് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്നാണ്. അപ്പോൾ കാര്യം വ്യക്തമായല്ലോ. ഹിന്ദുസ്ഥാൻ ഹിന്ദുക്കളുടെ മാത്രം സ്ഥാനം എന്ന നിലയിൽ, അതുപോലെ അവരുടെ ഭാഷ ഹിന്ദി, ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ, അതാണ് അവരുടെ സാംസ്കാരിക ദേശീയതയുടെ മുദ്രാവാക്യമായിട്ട് അവർ ഉദ്ഘോഷിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഓരോന്ന് ഏതെല്ലാം വിധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ BJPയോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്ന ADMK പോലുള്ള പാർട്ടികൾക്ക് പോലും ശക്തമായിട്ട് അതിനെ എതിർക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോ സാംസ്കാരികമായും രാഷ്ട്രീയമായിട്ടും ഒരു ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ RSSന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഭാഗമാണ് മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന. അത് യാദൃശ്ചികമാണെന്നോ അദ്ദേഹത്തിനൊരു നാക്കുപിഴവ് പറ്റിയതാണെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. വളരെ ആസൂത്രിതമായി തന്നെയാണ് പ്രസ്താവന ഉള്ളത്. ഇപ്പൊ നോക്കൂ, സംഘപരിവാർ എങ്ങനെയാണ് BJP ഗവൺമെന്റിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്
വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന്റെ നടപടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ദീനനാഥ് ബാത്രയെ പോലുള്ള ഒരു അദ്ദേഹം ഒരു സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ മാത്രമായിരുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോ സർക്കാർ ഔദ്യോഗികമായിട്ടല്ല RSS നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പുനഃസംഘടിപ്പിക്കാനുള്ള കമ്മീഷന്റെ മേധാവിയായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ദീനനാഥ് ബാത്രയുടെ പുസ്തകം ഗുജറാത്തിൽ, അതിന്റെ പ്രത്യേകത അത് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാനാവില്ല. കാരണം നരേന്ദ്രമോദിയാണ് ആ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഔട്ട്ലുക്ക് മാഗസീൻ നരേന്ദ്രമോദിയുടെ ആമുഖം ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ആ പുസ്തകത്തിലെ വളരെ അസംബന്ധമെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ വ്യക്തമാവുന്ന അതിലെ പരാമർശങ്ങളെ കുറിച്ചൊക്കെ വിശദമായി തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഗുജറാത്തിലെ പാഠപുസ്തകമായിട്ട് മാറുകയാണ്, പാഠപുസ്തകമായി തീരുന്നു. ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതൊരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള പുസ്തകമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. അപ്പോ അതിൽ പറയുന്നത് ലോകത്തെ ഇന്നത്തെ എല്ലാ ആധുനിക ശാസ്ത്രവിജ്ഞാനവും നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ടെലിവിഷൻ ജോൺ ബിയഡാണ് കണ്ടുപിടിച്ചത് എന്നത് തെറ്റാണെന്നും ഇന്ത്യയിലെ പഴയ ഋഷിമാർ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടത് യഥാർത്ഥത്തിൽ ടെലിവിഷനാണ്, ആ ടെക്നോളജിയാണ് പിന്നെ ടെലിവിഷനായി മാറിയത് എന്നൊക്കെയുള്ള മിത്തും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ശാസ്ത്രം എന്ന വ്യാജേന അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇന്ത്യയെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുവെപ്പ് വളരെ പെട്ടെന്ന് നടക്കുമെന്നൊന്നും RSS കരുതുന്നില്ല. പക്ഷേ ഒരു ചുവടുവെപ്പിന് അധികാരം ഉപയോഗിച്ച് ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് വളരെ ആസൂത്രിതമായി ബോധപൂർവമായി കണക്ക് കൂട്ടി തന്നെ മോഹൻ ഭഗവത് നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. അതിനോട് ചേർത്ത് വായിക്കണം ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയ അസ്വാസ്ഥ്യങ്ങളും അതുപോലെ പോളറൈസേഷനും എല്ലാം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പൊ ജനങ്ങളെ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുക എന്നത് തന്നെയാണ് തന്ത്രം. അങ്ങനെ ഭിന്നിപ്പിക്കുന്നതിന്റെ മറവിൽ മൂലധനത്തിന്റെ താല്പര്യങ്ങൾ UPA ഗവൺമെന്റിനേക്കാൾ കാര്യക്ഷമതയോടെ, അത് ഞാൻ അംഗീകരിക്കുന്നു, ആ UPA സർക്കാരിനുള്ളതിനേക്കാൾ കാര്യക്ഷമത ജനവിരുദ്ധ നയങ്ങൾ മുതലാളിമാരെയും മൂലധനത്തെയും സേവിക്കാനുള്ള നയങ്ങൾ നടപ്പാക്കുന്നതിൽ മോഡി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപം വരെയുള്ളത് ഇതിന്റെ മറവിലാണ്. ശ്രീ കെ സുരേന്ദ്രൻ, നാനാജാതി മതങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഏക മതത്തിന് ആധികാരികതയുള്ള, അവർക്ക് മാത്രം, അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം ഉള്ള ഇടമാക്കി മാറ്റാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടത്തുകയാണോ ഈ വലിയ വിജയത്തിൻ്റെയും ഭരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ BJP? അതിൻ്റെ അനുരണനങ്ങളാണോ മോഹൻ ഭഗവത്തിൻ്റെ ശബ്ദത്തിലൂടെയൊക്കെ കേൾക്കുന്നത്? ശ്രീ മോഹൻജി ഭാഗവത്തിൻ്റെ ഇന്നത്തെ നിങ്ങൾ നിങ്ങൾ പരാമർശിക്കുന്നതായി പറയുന്ന ഈ പ്രസ്താവന ഒരു പുതിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഒരു മാധ്യമവും കൊടുക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അദ്ദേഹം സ്ത്രീകളെല്ലാവരും വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞ് ഇതേ ആൾക്കാർ ബഹളം വെച്ചിരുന്നു ഒരു ദിവസം. അന്ന് രാത്രി 9 മണിയാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഞങ്ങൾ മാധ്യമങ്ങളിൽ എത്തിച്ചപ്പോഴാണ് ആ വാർത്ത പിൻവലിച്ചത്. ഹിന്ദുസ്ഥാൻ, ഹിന്ദു എന്നുള്ള പദങ്ങളൊന്നും ഒരു മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഞങ്ങൾ നേരത്തെ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അറിയാത്തത് കൊണ്ടല്ല എന്ന്. ഭരണഘടന വ്യാഖ്യാനം ചെയ്ത് വിധികൾ പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാർ 1995 മനോഹർ ജോഷി കേസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു വേ ഓഫ് ലൈഫാണ്. അതിൻ്റെ വാചകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദ വേർഡ് ഹിന്ദുയിസം ബൈ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ഇൻവേരിയബിളി മീൻ ഹിന്ദു റിലിജിയൻ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ളതാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞത് ജയ് ഹിന്ദുക്കൾ എന്നല്ല. ഹിന്ദു പത്രം അതിൻ്റെ പേരടിച്ചിരിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം വായിക്കുന്ന പത്രമായതുകൊണ്ടല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ, അത് 10,000 കൊല്ലം മുമ്പുള്ള വിഷ്ണു പുരാണം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയെക്കുറിച്ചും അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചും ഇന്ത്യൻ കൾച്ചറിനെ സംബന്ധിച്ചും എല്ലാം ആ ജനവിഭാഗങ്ങളെല്ലാം അതിജീവിക്കുന്ന സ്ഥലത്തെ ജനങ്ങളെ ഹിന്ദുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ ആളുകൾ മാത്രം ജീവിക്കുന്ന രാഷ്ട്രമല്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ഹിന്ദുവിനുള്ളത്. ഇവിടെ പുറമേ നിന്ന് വന്ന എല്ലാ മതങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അർഹമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. മോഹൻജി ഭാഗവത് ഇന്ന് പരാമർശിച്ചിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്നത് കേവലമായ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നേ അല്ല, മറിച്ച് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും, ഇത്രയും വലിയ വൈവിധ്യങ്ങളെ എല്ലാം കോർത്തിണക്കുന്ന മഹത്തായിട്ടുള്ള ഒരു സനാതന സംസ്കാരത്തിൻ്റെ പര്യായമാണ് ഹിന്ദു. ഞങ്ങളത് പറയുന്നതിൽ ഒട്ടും മടിക്കുന്നില്ല, ഒട്ടും അഭിമാനക്കുറവില്ല. അഭിമാനത്തോടു കൂടിയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾ ഹിന്ദു എന്ന് പറയുന്നത്. അത് മതാടിസ്ഥാനത്തിലേ അല്ല.